അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീട് നഷ്ടപ്പെട്ടവർ നടത്തിവന്നിരുന്ന രാപ്പകൽ സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ തങ്ങൾക്ക് അനുകൂലമായ യാതൊരു നടപടിയും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ഇന്നലെ മുതൽ പെയ്ത മഴയിൽ പ്രദേശത്ത് ഇന്ന് രാവിലെ ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. മണ്ണിടിഞ്ഞ ഭാഗത്ത് ചെറിയ വിള്ളലും കാണപ്പെട്ടത് ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്. മണ്ണിടിഞ്ഞ് വന്ന് റോട്ടിൽ വന്ന് കിടക്കണം. അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും എണീറ്റു. പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ പോലീസ് പോലും കാവലില്ലായിരുന്നു. 4 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 4 മണിക്ക് പോലീസും ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ഇടപെട്ട് ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഞങ്ങൾക്ക് നീതി പാലിച്ച് ഈ സമരം പിരിച്ചുവിടണം എന്നാണ് ഞങ്ങൾ ദയാനീയമായി അഭ്യർത്ഥിക്കുന്നത്. അല്ല, മണ്ണ് ഇടിഞ്ഞു വന്നാലും ഞങ്ങൾക്ക് നീതി പാലിക്കാതെ വരെ ഞങ്ങള് ഇവിടുന്ന് മാറുന്നതായിട്ട് ഉദ്ദേശമില്ല. ഇത് അധികാരികളാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കേണ്ട, അടിയന്തരമായി എടുക്കേണ്ട തീരുമാനമാണ്. ഇനിയും ഇവർ ഈ താമസപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. 10 ദിവസമായി, ഇന്നലെ വന്ന് ഞങ്ങൾ 10 ദിവസമായി. 10 ദിവസം കൊണ്ട് ഇവർ എന്തുകൊണ്ട് ഈ തീരുമാനം എടുക്കണില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. തങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു നടപടി ഉണ്ടാകാതെ സമരമുഖത്തു നിന്നും പിന്മാറില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. അതേസമയം വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വാസയോഗ്യമല്ലാത്ത വീടുകളുള്ള കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം സർക്കാരിന് കത്തു നൽകി. മുടങ്ങിക്കിടക്കുന്ന 4 മാസത്തെ വാടക കുടിശ്ശികകൾ ഉടൻ തന്നെ തീർക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ വി ആര്യ അറിയിച്ചു. പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉചിതമായ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. കേരള1 മലയാളം, ഇടുക്കി.